guys, welcome to our channel and welcome to our new vlog. അപ്പോൾ പുതിയ വ്ലോഗ് എന്താ എവിടെ പോവാ? നമ്മൾ ഇന്ന് ഒരു പുതിയൊരു സ്ഥലം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് മീൻസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിത് ചെയ്തതാ. പക്ഷെ ആ സ്ഥലത്തെ പറ്റി നമുക്ക് ആരും പറഞ്ഞോ അങ്ങനെയൊന്നും ഒരു ധാരണയില്ല. അപ്പോൾ നമുക്ക് പോയിട്ട് വന്നിട്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ എവിടെയാണെന്ന് ഞങ്ങൾ ഇപ്പൊ പറയുന്നില്ല. അപ്പൊ നമുക്ക് വഴിയെ പോകുമ്പോ കാണാം. അപ്പം നമുക്ക് വ്ലോഗിലോട്ട് പോവാം. നമ്മളിപ്പോൾ ഒരു 8-8:30 ആയപ്പോഴത്തേക്കും റെഡിയായി ഇറങ്ങി. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന സ്ഥലം എറണാകുളത്തു നിന്ന്, അതായത് നമ്മൾ താമസിക്കുന്ന തൃക്കാക്കരയിൽ നിന്നൊരു 45-50 മിനിറ്റ്സ് ഒക്കെ ദൂരമുള്ളൂ. അതുകൊണ്ട് തന്നെ അത്ര ലോങ് അല്ലാത്തതുകൊണ്ട് നമ്മൾ കാർ എടുത്തില്ല, നമ്മൾ ഓട്ടോക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് വഴി അറിയത്തില്ല, എങ്ങനത്തെ വഴിയാണെന്നും അറിയത്തില്ല. പിന്നെ ചെന്ന് കഴിഞ്ഞാൽ കാർ ഇടാനുള്ള സ്ഥലം ഉണ്ടായിരിക്കുമോ ഒന്നും നമുക്ക് വലിയ പിടിയില്ല. സോ നമ്മൾ ഓട്ടോയിൽ തന്നെയാണ് പോകാമെന്ന് ഓർത്തെ. അപ്പോൾ ഇതായിരുന്നു നമ്മൾ പോയ സ്ഥലത്തുള്ള വഴികൾ. രണ്ട് സൈഡും ഫുള്ള് പച്ചപ്പ്, എന്ത് രസമായിരുന്നു കാണാൻ. കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെയുള്ള ഒരു നാട്ടിൻപുറം ലുക്ക്. പെട്ടെന്നൊരു ഷിഫ്റ്റ് വന്ന പോലെ നമ്മൾ എറണാകുളത്ത് അപ്പുറത്തും ഇപ്പുറത്തും വലിയ കോംപ്ലക്സുകളുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് കുറേ പച്ചപ്പൊക്കെ നിറഞ്ഞൊരു നാട്ടിൻപുറത്തോട്ട് എത്തിയൊരു ഫീൽ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് നമ്മുടെ സിറ്റിയിൽ തന്നെ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതിലും നല്ല തണുപ്പും കുളങ്ങളും നല്ല രസമുണ്ടായിരുന്നു പോണ വഴിയൊക്കെ. അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മൾ വന്നപ്പോഴത്തേക്ക് അമ്പലം അടച്ചു പോയി. ബട്ട് സ്റ്റിൽ എന്ത് രസാ കാണാനല്ലേ. തോടുകളും അതാ നമ്മുടെ മനസ്സിലുള്ള സിസ്റ്റം. സിസ്റ്റത്തില് നമ്മ മനസ്സുകൊണ്ട് എന്ത് കാര്യം വിചാരിച്ചാലും ശരി നടന്നു അനുഭവമുള്ളതാ. ആണല്ലേ? വീടില്ല, ആഴമില്ലടാ. അത് നനഞ്ഞത് അടിയിലേ ഉള്ളൂ, നനയാതെ വേറെ വഴിയില്ല. ആ ഓക്കെ, എങ്ങോട്ടാ? ആ ഓക്കെ. ചെരുപ്പിട്ടിട്ടില്ല. ഇവിടെ നിന്നിട്ട് മുകളിലെത്തും. എങ്ങനെയുണ്ട് ഇപ്പൊ? നല്ല പോലെ ചീവീടിൻ്റെ സൗണ്ട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ വെച്ച് വീഡിയോ എടുത്തപ്പോൾ എനിക്ക് അത് അത്ര കത്തിയില്ലായിരുന്നു, എൻ്റെ കയ്യിൽ മൈക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്ഷമിക്കണം, നല്ല പോലെ ഉണ്ട്, ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെന്നറിയാം. ബട്ട് നമുക്ക് ആ വീഡിയോയിലുള്ള സൗണ്ട് കൂടി ഇട്ടാലേ അതിൻ്റെ അവിടുത്തെ ഭംഗി മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്യാതെ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. എവിടെയാ അയ്യപ്പൻ്റെ? സൂക്ഷിച്ചോണേ. എന്ത് രസല്ലേ, എല്ലാ ദിവസവും ഇവിടെ വരാൻ പറ്റുന്നവർ എന്ത് ഭാഗ്യം ചെയ്തവരായിരിക്കും. കാണണ്ടത്. അയ്യോ, അത് എവിടെയാ എത്തിയേ? നമ്മള് തിരുബലി മഹാദേവ ക്ഷേത്രത്തിലാണ്. എന്ത് രസാ കാണാൻ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഇതൊക്കെയാണ് അമ്പലം എന്ന് പറയുന്നത്. എന്ത് രസാ. അവിടെ പാടമുണ്ട് ആ സൈഡില്, ഇപ്പുറത്തെ സൈഡില് വെള്ളച്ചാട്ടം ഉണ്ട്. ഇപ്പൊ നമ്മൾ പാടാണ് കണ്ടത്, ഇനി നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. ഇടയ്ക്ക് ക്യാമറയും കൊണ്ട് വരണം സത്യമാണ്. ശരിക്ക് നല്ല വ്ളോഗ് എടുക്കാൻ. എന്തൊക്കെ
ഇതിനെ വിളിക്കാൻ എന്തേലും ഇതില്ല. അതൊന്നും ചെയ്യണ്ട, നല്ല ഓ ഇവിടെ വരുമ്പോഴത്തേക്കും ചെള്ള ആ ചെള്ള വരുന്നത് അവിടെ ഇത് ചെയ്തോണ്ടല്ലോ. ആ വിളിക്കാം. ഫോട്ടോ എടുക്കാൻ പറ്റുമോ? അത് ഇറങ്ങി നിക്കല് ചടങ്ങാണ്. ഇവിടെ ഇറക്കാനാണ് വന്നത്. ഈ കല്ലല്ലേ? ഇവിടെ നിന്നിട്ട് അപ്പുറത്തിലെ ഇരുക്ക ഇവിടെ ഇരുന്ന് ഈ ആട്ടിലെ വെള്ളം വീഴും. ഇത് എന്നുണ്ടാവും, മഴക്കാലത്ത് കൂടുതലായിരുന്നു. ഇല്ല എന്നും ഉണ്ട്. ഇങ്ങനെ ഏപ്രിൽ മാസം ചില വെള്ളം പോകണം. പെതുക്കെ പെതുക്കെ ഫോട്ടോ എടുക്കണോ? തെങ്ങത്തൊന്നുമില്ല. ഫോട്ടോ എടുത്തേ അമ്മയുടെ. അമ്മയ്ക്ക് വെള്ളം കണ്ട ഭ്രാന്ത. അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈലിൽ പോകാൻ ഫോട്ടോ എടുത്തു. ചക്കരെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങാനുള്ള എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ തോർത്ത് മാത്രം എടുത്തിട്ടുണ്ട്. അവിടെ ഇരിക്കാൻ പറ്റുമോ? പക്ഷെ അവിടെ ഇരിക്കണമെങ്കിൽ വേറെ കാര്യം. ആ അവിടെ ആരും സൂക്ഷിച്ച് സൂക്ഷിച്ച്. അവിടെ കുഴിയുണ്ട്. എന്ത് ഭംഗിയാ ഗൈസ് കാണാൻ. എനിക്ക് ഇവിടെ പോവാൻ തോന്നുന്നില്ല. ഞാനിവിടെ ഇരിക്കാൻ പോവാ. അമ്മയ്ക്ക് വട്ടായ വെള്ളമല്ല, അത് വേറൊന്നുമില്ല. ഞാൻ ആ വഴി കയറിയാലോ നനയും. മൊത്തം നനയും.
അമ്മേ നോക്ക്, പെതുക്കെ പെതുക്കെ. ഓ, തൊഴാൻ പറ്റുള്ളൂ. ജന്മസ്ഥലം പത്തനംതിട്ടയാ. നിങ്ങൾ ഇവിടെ വന്നവരാ. അപ്പൊ ഞങ്ങൾക്ക് ഈ വെള്ളം എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു. രണ്ടുപേരും ഇവിടെ ഇരിക്കാം. അത് ഇവിടെ താമസിക്കരുത്. പോട്ടെ ചേട്ടാ. ഫുഡ് കഴിക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു? കുറേ നേരം അമ്പലത്തിലും വെള്ളത്തിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് നമ്മൾ ഇറങ്ങി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. നമ്മുടെ വീട്ടിലെത്തി. നമ്മൾ ആക്ച്വലി ഈ ടെമ്പിള് ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാണ്. ഹിഡൻ വാട്ടർഫോൾ ഒക്കെ ഉള്ള ടെമ്പിൾ എന്നും പറഞ്ഞ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാണ്. അമ്മയ്ക്ക് ഈ വാട്ടർഫോൾ അല്ലെങ്കിൽ വെള്ളമുള്ള സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അതെ. അമ്മ ഇങ്ങനെ കുറെ കാലമായി പോയി കിടന്ന് വെള്ളത്തിൽ ചാടുക, അതൊക്കെ എന്റെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. കുറെ കാലമായിട്ട് പറയാം വെള്ളച്ചാട്ടമുള്ള എവിടെയെങ്കിലും കൊണ്ടുപോകും, വെള്ളച്ചാട്ടമുള്ള എവിടെയെങ്കിലും കൊണ്ടുപോകും. ഇപ്പൊ ഭയങ്കര വെള്ളച്ചാട്ടമൊന്നുമല്ല, പക്ഷെ നമുക്ക് ഭയങ്കര എന്താ പറയാ പീസ്ഫുൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അധികം നമ്മൾ പോയ നല്ല ടൈമായിരുന്നു, അധികം ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല, കാരണം അമ്പലം 8:30 ആകുമ്പോൾ അടയ്ക്കും. കാരണം അവിടെ പൂജാരി 2 സ്ഥലത്ത് പോകുന്നു പൂജാരി. അപ്പൊ പുള്ളിക്ക് 10-10:30 വരെ. സാധാരണ നമ്മൾ ടെമ്പിൾസ് ഒക്കെ 10:30 വരെയാണല്ലോ. പക്ഷെ പുള്ളിക്ക് അത്രയും നേരം നിൽക്കാൻ അവിടെ പറ്റില്ല. പുള്ളി 8:30 ആകുമ്പോൾ പോകും. ബട്ട് സ്റ്റിൽ നമുക്ക് വെളിയിൽ നിന്ന് തൊഴാനും പറ്റി. ആ ഒരു ഫുൾ ബ്യൂട്ടി. അതുകൊണ്ട് തന്നെ ആൾക്കാരുണ്ടായിരുന്നില്ല, നമുക്ക്. ഞാൻ വീഡിയോയിലുണ്ട് ആ ചേട്ടൻ ഡേവിസ് എന്നാണ് ആ ചേട്ടന്റെ പേര്. ആ ചേട്ടൻ നമ്മളിങ്ങനെ കൊണ്ടു നടന്ന് എല്ലാം കാണിച്ചു തന്നു. അപ്പൊ നമുക്ക് പറഞ്ഞു തന്നു. നമുക്ക് ആദ്യം ചെന്നപ്പോ ഞാനൊന്ന് പേടിച്ചു, ലൈക്ക് ഇത് എങ്ങനെയാ എവിടാണെന്ന് അറിയില്ല. നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിന്റെ നല്ല സൗണ്ട് കേൾക്കാം. എന്നെ ഭംഗിയാണെന്നറിയാവുന്ന സൗണ്ട് കേൾക്കാം. പക്ഷെ നമുക്ക് എങ്ങോട്ടാ പോകണ്ടെന്നും അറിയില്ല. അപ്പൊ ആദ്യം നമ്മൾ ആ പാടത്തിന്റെ സൈഡിലോട്ടാണ് പോയത്. ആ അമ്പലത്തിന്റെ നമ്മളിപ്പോ അമ്പലത്തിനോട് നേരെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വെള്ളച്ചാട്ടവും റൈറ്റ് സൈഡിൽ പാടമായിട്ട്. ഈ പാടത്തു നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത്. അപ്പൊ ഞാൻ പാടത്തും ഇറങ്ങി, അതുപോലെ തന്നെ വെള്ളച്ചാട്ടം ഇറങ്ങി. ലൈക്ക് സീരിയസ്ലി ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഡേ ആയിരുന്നു ഇന്ന്. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അതെ, എനിക്കും അത് തന്നെയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാര്യം ഇവിടുന്ന് പോകുമ്പോ ഈ പറഞ്ഞ പോലെ ഒന്നും തോന്നിയില്ല. അവിടെ ചെന്ന് ആ ക്ഷേത്രത്തിന്റെ മുന്നിൽ ഇറങ്ങിയപ്പോഴും ഈ വെള്ളമെന്നൊന്നും പറയുന്ന ഒന്നും ഞങ്ങൾ കാണുന്നില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞ അയ്യോ വെറുതെ ചുമ്മാ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും വെറുതെ ഒക്കെ ഇടുമല്ലോ. അപ്പോഴാണ് അവിടെ അങ്ങോട്ട് ഇറങ്ങി ആ ഗേറ്റ് ഇറങ്ങിയപ്പോ നല്ല വെള്ളത്തിന്റെ ഇരമ്പല്. അപ്പൊ മോൻ പറഞ്ഞു അമ്മ കേട്ടില്ലേ വെള്ളത്തിന്റെ? അപ്പൊ മനസ്സിലായി അവിടെ എന്തോ ഒരു സംഗതി ഉണ്ട് എന്നുള്ളത്. അപ്പോഴാണ് അവിടെ ചെന്നപ്പോ ഒരു ചേട്ടനെ കിട്ടി. പിന്നെ ആ ചേട്ടൻ ഞങ്ങളുടെ കൂടെ വന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല ഈ വെള്ളച്ചാട്ടമൊക്കെ. അതായത് നമ്മൾ ഇറങ്ങുന്നതിന്റെ താഴെയായിട്ട് ഇത് തന്നെ. അപ്പൊ നമുക്ക് ഇത് എവിടെയാ എന്നുള്ളൊരു തോന്നൽ വരും. പക്ഷെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ ലൈക്ക് എല്ലാവർക്കും പോകാൻ പറ്റും. നമുക്ക് അമ്പലത്തിനകത്തൂടെ കയറണം എന്നൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഹിന്ദുസ് അല്ലാന്നുണ്ടെങ്കിൽ പോലും ഒരു സാധനമില്ല, ഫ്രീ ആണ്. പക്ഷെ അവിടെ ഒരു വേസ്റ്റ് പേപ്പർ പോലും അത്ര ക്ലീൻ ആണ്. അത് നമ്മളിപ്പോ പോകുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക. നമ്മൾ പോകുമ്പോ നമ്മളത് ടേക്ക് കെയർ, അവരെങ്ങനെയാണോ ആ ടെമ്പിൾ ടേക്ക് കെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ വാട്ടർഫോൾ ടേക്ക് കെയർ ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മളും സംരക്ഷിക്കുക. അവിടെ വരുന്നവർ ഇപ്പൊ എനിക്കറിയാം ഇനി കുറെ പേര് ഇതിന്റെ വീഡിയോസും ഇതൊക്കെ ഇടും. ഇപ്പൊ 2-3 വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഇതിന് കൂടുതൽ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ കൂടുതൽ പോകാൻ തുടങ്ങും. അപ്പൊ ഇങ്ങനെയാണല്ലോ സാധാരണ നമുക്കൊരു എവിടെയെങ്കിലും ഇങ്ങനത്തെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കൂടി പിന്നെ അവിടെ മൊത്തത്തിൽ കുളവായ ഒരു അവസ്ഥയാണ്. ആൾക്കാർ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റ് ഇടലും ഒരു മര്യാദ ഇല്ലാത്ത രീതിയിലാണ് മലയാളികളെന്നല്ല, ലൈക്ക് ഞാൻ അടച്ചാക്ഷേപിക്കല്ല, ബട്ട് പലരും ഒരു മെജോറിറ്റി ആൾക്കാർ ചെന്ന് കഴിഞ്ഞാൽ ഒരു മര്യാദ ഇല്ലാത്ത രീതിയിൽ പെരുമാറും. നമ്മൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ അവരെങ്ങനെയാണോ അത് ടേക്ക് കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളും അത് ടേക്ക് കെയർ ചെയ്യാൻ നോക്കണം. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നന്നായിട്ട്
ഒന്ന് ആ ചേട്ടനാന്ന് തോന്നുന്നു അവിടുത്തെ മെയിൻ ആള്. പിന്നെ കുറെ ലേഡീസും ഒക്കെ ഉണ്ട്. ഒരു ചെറിയ അവിടെ എന്തോ ഒരു ബ്ലോക്ക് വന്നപ്പോ തന്നെ അവർ പെട്ടെന്ന് ആളിനെ കൊണ്ടുവന്നിട്ട് ആ ബ്ലോക്ക് ഒക്കെ എടുത്തു മാറ്റി. ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല വെള്ളം, അത് കഴിഞ്ഞപ്പോൾ ചള്ളവെള്ളമായി. അപ്പോഴാണ് ഞങ്ങളത് ശ്രദ്ധിച്ചത്. ഒരു ചെറിയ ബ്ലോക്ക് വന്നപ്പോൾ അവരത് ഓപ്പൺ ചെയ്തപ്പോഴാണ് ചള്ളയാത്. അപ്പൊ അത്രമാത്രം അവരത് അവിടെ പൈപ്പ് പോലെ ഉണ്ട് ഇത് വരുന്നത്. അപ്പൊ ഇത് മണ്ണ് കയറിയിട്ട് മൂടിയിരിക്കുമ്പോ ആ ബ്ലോക്ക് അപ്പൊ തന്നെ അവരത് ക്ലിയർ ആക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അത്ര രീതിക്ക് അവർ കെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളും പോകുന്നവരും അതുപോലെ തന്നെ കെയർ ചെയ്യണം. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത്. നമുക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ദിവസം. അമ്മയ്ക്കോ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പൊ എല്ലാവരും ഇത് കാണണം, നിങ്ങൾ എൻജോയ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ബൈ. ഞങ്ങൾ ഭയങ്കര ടയർഡ് ആയിപ്പോയി. പക്ഷെ മഴയില്ലായിരുന്നു, എന്നാൽ വലിയ വെയിലും ഇല്ലായിരുന്നു. ഒരു എന്താ പറയുക, നല്ല കാലാവസ്ഥയായിരുന്നു. ഓക്കെ ബൈ ബൈ ബൈ.